നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലനും എതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ എഫക്റ്റിന്റെ ഭാഗമാണ്. അതേ എന്നാണ് BJPയിലെ ചില കേന്ദ്രങ്ങൾ നൽകുന്ന ഉത്തരം. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായി സ്ഥാനമേറ്റതിന് ശേഷം ചില കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ കേന്ദ്ര BJP നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിലൊന്നാണ് ഇനി ആരോടും അഡ്ജസ്റ്റ്മെന്റ് വേണ്ട, ആരോടും അന്തർധാര വേണ്ട എന്നത്. CPM-ഉം BJP-യും കേരളത്തിൽ ചില അന്തർധാരയിൽ, ചില അഡ്ജസ്റ്റ്മെന്റുകളിലാണെന്നാണ് നേരത്തെയൊക്കെ കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചിരുന്നത്. അതിൽ കുറെയൊക്കെ ശരിയുണ്ടെന്ന് CPM നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇനി CPM-ഉമായോ മറ്റേതെങ്കിലും BJP വിരുദ്ധ കക്ഷികളോ വ്യക്തികളോ സംഘടനകളോ ആയും ഒരു തരത്തിലുള്ള അന്തർധാരയോ അഡ്ജസ്റ്റ്മെന്റുകളോ വേണ്ട എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറച്ച നിലപാട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും ഗോകുലം ഗോപാലിനും ഒക്കെ എതിരെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായ ചില നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നത്. കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതിന്റെ ആനുകൂല്യം കേരളത്തിൽ BJPയോട് അടുത്തു നിൽക്കുന്നവർക്ക് മാത്രം ലഭിച്ചാൽ മതി എന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പക്ഷം. അതുകൊണ്ട് BJPയുമായി അടുപ്പമില്ലാത്ത അല്ലെങ്കിൽ BJPയെ സഹായിക്കാത്ത ആരോടും തങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയോ കടപ്പാടോ വേണ്ടെന്നും അവരുമായി ഒരു തരത്തിലുള്ള അന്തർധാരയും അഡ്ജസ്റ്റ്മെന്റുകളും വേണ്ട എന്നുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഉറച്ച നിലപാട്. ഈ നിലപാട് കേന്ദ്ര നേതൃത്വത്തെ അദ്ദേഹം ചുമതലയേറ്റ ദിവസം തന്നെ അറിയിക്കുകയുണ്ടായി. ഇത് കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കാനും BJPയുമായി സംബന്ധിച്ച ഏത് കാര്യത്തിനും രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും അവസാന വാക്ക് എന്ന കൃത്യമായ നിർദ്ദേശം കേരളത്തിലെ BJP നേതാക്കൾക്ക് കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായ ആ ദിവസം തന്നെയാണ് യാതൊരു മുറുമുറുപ്പും ഇനി വേണ്ടെന്നും കേരളത്തിലെ BJPയിലെ നിലപാടുകളെല്ലാം ഇനി രാജീവ് ചന്ദ്രശേഖർ എന്ത് തീരുമാനിക്കുന്നുവോ അതായിരിക്കുമെന്നുള്ള സൂചന കേന്ദ്ര BJP നേതൃത്വം, പ്രത്യേകിച്ച് അമിത്ഷാ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു നടപടിയോ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ വീണയുടെ കാര്യം വരുമ്പോൾ നിശബ്ദരമാകുമെന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പലരും കരുതിയിരുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെത്തിയതോടെ ചിത്രം മാറുകയായിരുന്നു. വീണയ്ക്കെന്നല്ല, പിണറായിക്കെന്നല്ല, ഗോകുലം ഗോപാലിനെന്നല്ല, BJPയോട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ BJPക്ക് നേരിട്ട് പ്രയോജനം ചെയ്യാത്ത ആരോടും തങ്ങൾക്ക് യാതൊരു കടപ്പാടും ബാധ്യതയും ഇല്ലെന്നുള്ള ഉറച്ച സൂചനയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. അതേസമയം വെള്ളാപ്പള്ളി നടേശൻ, സുകുമാരൻ നായർ, ക്ലിമ്മിസ് ബാവ അടക്കമുള്ള സാമുദായിക നേതാക്കളെ അദ്ദേഹം നേരിൽ പോയി കാണുകയും അവരുടെ പിന്തുണ ഉറപ്പുവരുത്തുകയും ചെയ്തു. BJPയെ സഹായിക്കാൻ മനസ്സ് കാട്ടുന്നവരെ അല്ലാതെ ഒരാളോടും ഒരു താല്പര്യവും തങ്ങൾക്കില്ലെന്നും കേന്ദ്ര ഏജൻസികളെല്ലാം അവരുടെ കാര്യത്തിൽ ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളുമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ സൂചന നൽകുന്നത്. ഏതായാലും ഇതിനു മുമ്പുള്ള BJP നേതൃത്വത്തിന് സുരേന്ദ്രൻ അടക്കമുള്ള, ശ്രീധരൻപിള്ള അടക്കമുള്ള, കുമ്മനം രാജശേഖരൻ അടക്കമുള്ള BJP പ്രസിഡന്റുമാരെ പോലെ ആയിരിക്കില്ല താനൊന്നും യാതൊരു അന്തർധാരയും യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഒരു പാർട്ടിയോടോ വ്യക്തിയോടോ സംഘടനയോടോ ഉണ്ടാകില്ലെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന സൂചന. പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം അവരെ പ്രതിപ്പട്ടികയിൽ ചേർത്തത് എല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇത്തരം ഉറച്ച നിലപാടുകൾ തന്നെയാണ് ഇതിന് കാരണമെന്നാണ് CPM-കാരും BJPക്കാരും ഒക്കെ കരുതുന്നത്. അതല്ലെങ്കിൽ പലപ്പോഴും സ്വർണ്ണക്കടത്ത് കേസിലടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തൊടാതെ നീക്കങ്ങളാണ് കേന്ദ്ര ഏജൻസികളെല്ലാം നടത്തിയത്. പിണറായി വിജയന്റെ കുടുംബത്തെയും ഒരു ബുദ്ധിമുട്ടും നൽകാത്ത വിധത്തിലാണ് കേന്ദ്ര ഏജൻസികളൊക്കെ സ്വർണ്ണക്കടത്ത് വിഷയത്തിലൊക്കെ അന്വേഷണം നടത്തിയത്. എന്നാൽ ഇനി അങ്ങനെ ഉണ്ടാകില്ലെന്നും കേരളത്തിലെ BJPയുടെ പ്രൈം ടാർഗറ്റ് എന്നാൽ അത് പിണറായി വിജയനും CPM-ഉം ആണെന്നും CPM-നെ നേരിടാൻ തന്നെയാണ് BJP തീരുമാനിച്ചിരിക്കുന്നതെന്നുമുള്ള സൂചനയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. അതോടൊപ്പം തന്നെ ഗോകുലം ഗോപാലിനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളിലെ EDയുടെ ഈ നീക്കങ്ങളും ഇത്തരത്തിൽ ഉണ്ടായതാണെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഗോകുലം ഗോപാലിന് ആരായാലും അദ്ദേഹം
കേരളത്തിലെ BJPക്ക് അനുകൂലമായ ഒരു നിലപാടല്ല സമീപകാലങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കേണ്ട ബാധ്യതയൊന്നും തങ്ങൾക്കില്ലെന്നുമാണ് BJP കേന്ദ്ര നേതൃത്വത്തോട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതത്രേ. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇഫക്ട് കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. CPM-നും CPM-ഉമായിട്ട് BJPക്കുണ്ടെന്ന് പറയപ്പെടുന്ന അന്തർധാരയും എല്ലാം തന്നെ ഇനി വളരെ സൂക്ഷ്മ നിരീക്ഷണങ്ങൾക്ക് വിധേയരാകും. BJP നേതാക്കൾ പലരും CPM-ഉമായും പിണറായി വിജയനുമായും അടുത്ത ബന്ധമുണ്ടെന്നുള്ള ആരോപണം നേരിട്ടവരാണ്. ഇനി അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും BJP കടുത്ത നിലപാടോടെ BJPക്ക് രാഷ്ട്രീയമായി കേരളത്തിൽ പ്രയോജനം ചെയ്യുന്ന നിലപാടുകളല്ലാതെ ആരെയും സഹായിക്കുന്ന നിലപാടുകൾ എടുക്കില്ല എന്ന ഉറച്ച നിശ്ചയദാർഢ്യമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളതെന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന.